ഹായ്, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് ചോദിച്ചതാണ്, നിങ്ങളെ കുട്ടിക്ക് ജനിച്ചപ്പോൾ ഡൈനോ ഷേക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ ഉത്തരം പറഞ്ഞു അതെ എന്ന്. സത്യത്തില് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാനും കണ്ടെത്തിയത് പ്രിയപ്പെട്ട സജിൻ ബ്രോ വീഡിയോയുമായിട്ട് വന്ന സമയത്താണ്. അദ്ദേഹത്തിന്റെ വൈറലായ ഒരു വീഡിയോ ഇങ്ങനെയാണ് ഉണ്ടായത്: കുട്ടികൾക്ക് ഡൈനോ ഷേക്ക് കൊടുക്കുന്നു. പലപ്പോഴും ന്യൂട്രീഷൻ സെന്ററുകളിൽ വരുന്ന ആളുകൾക്ക് ന്യൂട്രീഷനെ കുറിച്ചിട്ട് ലാബിലുള്ള കാര്യങ്ങൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെയുള്ള റിസൾട്ടുകളും അവിടെയുള്ള ആൾക്കാരുടെ ഇൻസ്പിറേഷനിൽ മുഴുകിയിട്ടാണ് അധികം ആൾക്കാരും ഇൻടേക്ക് ചെയ്യുന്നത്, അവരെ ഫാമിലിക്ക് കൊടുക്കുന്നത്. ഞാനും ഈ വാർത്ത കേട്ട സമയത്ത് എൻ്റെ മകളെ ഞാൻ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പനി തന്നെ ലാബിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. അത് മാരകമായ ഒരു വസ്തു ആയതുകൊണ്ടല്ല, മറിച്ച് ന്യൂട്രാസോട്ടിക്കൽ പ്രൊഡക്റ്റുകൾ 2 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനി അതിന് ഉത്തരവാദിത്തം ഏൽക്കൂല. അമ്മയുടെ മുലപ്പാല് തന്നെയാണ് ഏറ്റവും അമൃതായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാതെ ഇമോഷണൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് അധികം ന്യൂട്രീഷൻ സെന്ററുകളും വെൽനസ് കോച്ചുമാരും മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇതിൽ ആകൃഷ്ടനാവാനുള്ള കാരണം, എൻ്റെ കോച്ചും അതിൻ്റെ മുകളിലുള്ള കോച്ചുമാരും അവരെ കുട്ടികൾക്ക് കൊടുക്കുന്നതും അത് പ്രൊമോട്ട് ചെയ്യുന്നതും നിരന്തരമായി നമ്മളോട് കൺവിൻസിംഗ് ആയിട്ട് ചെയ്യുന്നതും കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു അട്രാക്ഷൻ വരും. അതാണ് ചെയ്യാനുള്ള കാരണം. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ആ കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത് മാറ്റി. ഇതാണ് സത്യത്തിൽ വേണ്ടത്. ഇങ്ങനെ ഇനിയും ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂട്രാസോട്ടിക്കൽ പ്രൊഡക്റ്റുകൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഹെർബലൈഫ് കമ്പനിയുടെ എത്തിക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വളരെ കർശനമായിട്ട് ഇതിനെ വിലക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് ജനിച്ച കുട്ടികൾക്ക് വിപണനം നടത്തുന്നുണ്ട്. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഇമോഷണൽ മാർക്കറ്റിംഗ്. ബട്ട് നമുക്ക് വേണ്ടത് സയന്റിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. മനസ്സിലാക്കി പഠിച്ച് ഒരാളെ എൻറോൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ വ്യക്തി ഇതിനെ വിശ്വസിച്ച് കൊണ്ട് നടക്കാൻ തയ്യാറാവും. ഒരാൾ ന്യൂട്രീഷൻ സെന്ററിൽ കയറി കഴിഞ്ഞാൽ നിർബന്ധിപ്പിച്ച് ന്യൂട്രീഷൻ കഴിപ്പിച്ചിട്ട് വിടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ സജിൻ ബ്രോന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട സമയത്ത് അതിനൊരു മറുപടി കൊടുക്കണമെന്ന് കരുതിയതാണ്. പ്രൊഡക്ട്സുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ബേസിക്കലി എന്നെ പോലെയുള്ള കച്ചവടക്കാർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള നേരം കിട്ടാറില്ല. അപ്പോൾ ഈ പ്രൊഡക്ട്സുകൾ എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിനൊരു തെറ്റുമില്ല. പക്ഷെ പലപ്പോഴും മാനദണ്ഡങ്ങൾ, എത്തിക്സുകൾ വായിച്ചിട്ടല്ല കഴിച്ചിരുന്നത്. മുന്നിലുള്ള ആളുകൾ, കോച്ചസുകൾ മുന്നിലേക്ക് വിശ്വസിപ്പിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കൺവിൻസ് ചെയ്തിരുന്നത്. അത് കുറഞ്ഞ രീതിയിലെങ്കിലും മനസ്സിലായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത് കേൾക്കുന്ന വെൽനസ് കോച്ചുമാരാവട്ടെ, നല്ലത് കഴിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാവട്ടെ, മനസ്സിലാക്കി പഠിച്ച് അന്വേഷിച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണടച്ചിട്ട് ഒന്നിനെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.